കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ശ്രീ കെ വി തോമസിനുള്ള ഓണർ യാത്രാ ബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായിട്ടാണ് സർക്കാർ വർദ്ധിപ്പിക്കുന്നത്. അതിന്റെ ശുപാർശ കൊടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ശ്രീ എ സമ്പത്തിനുള്ള അതേ യാത്രാബത്ത തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് പോലും ആവശ്യമില്ല. നേരത്തെ മിനി പറഞ്ഞതുപോലെ അങ്ങിത് കൈപ്പറ്റേണമേ എന്ന നിലയ്ക്ക് കൊണ്ടു കൊടുക്കാൻ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? ഇവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഒന്ന്, നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ, ശരിയാണ്, അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്, അവർക്ക് കൂടുതലായിട്ട് വേതനങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഈ 2 കാര്യങ്ങളിൽ പ്രധാനമായ ഒരു കാര്യം നിങ്ങൾ കൂടെ അറിയാവുന്നതാണ്. ഇന്ന് മന്ത്രി വീണു തന്നെ പറഞ്ഞു, ആശാ വർക്കേഴ്സിന് പെൻഷൻ ശമ്പളം കൊടുക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ഇതിനെല്ലാത്തിനും കേന്ദ്രം നമുക്ക് കൃത്യമായിട്ട് ഒരു വിഹിതം തരുന്നുണ്ട്. അതിലുപരി കേന്ദ്ര സ്കീമിലൂടെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ 2 കാര്യങ്ങൾ. അതിനകത്ത് വളരെയധികം കുടിശ്ശിയുണ്ട്. അതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് വീണ പറഞ്ഞത്, ആശാ വർക്കേഴ്സ് നമുക്ക് ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഒരു മറുപടിയായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം വളരെ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും വലിയൊരു ഹൈക്ക് എന്ന് പറയുമ്പോൾ 60% കൂടുതലാണ് ഒറ്റയടിക്ക് PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടിയിരിക്കുന്നത്. 20 വർഷത്തിന് ശേഷമാണ് അത് കൂട്ടിയത് എന്നുള്ളൊരു ന്യായീകരണമൊന്നുമല്ല. അത്രയും കൂടുതൽ സാമ്പത്തിക ശേഷി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ താങ്ങാനുള്ള കഴിവില്ല. അത്രയും കൂട്ടുണ്ടായിരുന്നു എന്നൊരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഇപ്പോൾ തന്നെ അവർക്ക് മാന്യമായ വേതനമുണ്ട്. 2,19,000 രൂപയും 2,50,000 രൂപയാണ് നിലവിൽ അവരുടെ വേതനം. അത് കൂടാതെ അവർക്ക് ഈ പറഞ്ഞതുപോലെ കാർ വാങ്ങിക്കുന്നതിന് ആനുകൂല്യങ്ങൾ, TAD, മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് ജോലിഭാരം നിങ്ങൾ പറയുന്നത് പോലെയല്ല, ജോലിഭാരം വളരെ കൂടുതലായിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 2000 ചില്ലുവാനുമാണ് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷം തന്നെ പ്രസിദ്ധീകരിച്ചത്. വേറെ ഒരു സ്റ്റേറ്റിലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 1.5 കോടിയാണ് അദ്ദേഹം പറഞ്ഞതല്ല, കഴിഞ്ഞ വർഷമായിട്ട് 1,45 ലക്ഷത്തോളമാണ് കഴിഞ്ഞ വർഷം PSC വഴി അപേക്ഷ ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കേരള PSC വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും വലിയൊരു ശമ്പളം വേണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് അതിന്റെ 4/1 പോലും ശമ്പളം കിട്ടുന്നില്ല. ഒന്നത്. മറ്റൊന്ന്, പ്രത്യേകിച്ച് ഇതിനകത്ത് സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും മിനിമം ഒരു ഡിഗ്രി ഇല്ലാത്തവരെ ആരെയും കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് എടുക്കാറില്ല. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് അതാണ് ചോദിക്കുന്നത്. പിന്നെ ഉദ്യോഗസ്ഥർ വരുന്നവരെല്ലാവരും നല്ല റാങ്കിൽ ഇരിക്കുന്നവരോ ആ റാങ്കിന്റെ പെൻഷൻ പറ്റുന്നവരോ ഒക്കെ ആയിട്ട് വരുന്നു. അവരുടെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതും സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടാണ് 6 years or 62 years എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിനകത്തും ചില പോരായ്മകൾ ഉള്ളതായിട്ട് തുറന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ഇത്രയും ഒരു ഹൈക്ക് വേണ്ടിയിരുന്നില്ല. പക്ഷേ ആ ഹൈക്ക് മൂലമാണ് ആശാ വർക്കേഴ്സിനോ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ കൊടുക്കാതിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെതാണ്. എവിടെയാണ് ചെലവഴിക്കേണ്ടത്, ആരെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായ സർക്കാരിന്റെ കാര്യമല്ലേ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം, കെ വി തോമസിന്റെ യാത്രാ ബത്ത 5 ലക്ഷമായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പോയി താമസിക്കുന്നു. അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ, വാഹനങ്ങൾ, താമസ ചിലവ്, ഇത് വകയെല്ലാം അവിടെ. യാത്രാ ബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായി വർദ്ധിപ്പിക്കുന്നു. 11 ലക്ഷം ചെലവഴിച്ച് കേരളത്തിലേക്ക് വന്നും പോയും ഇദ്ദേഹം ചെയ്യുന്ന സേവനം എന്താണ്? ഞാൻ അദ്ദേഹം എന്നുദ്ദേശിക്കുന്നത് കെ വി തോമസിന്റെ വ്യക്തിപരമായല്ല, ഈ പ്രത്യേക പ്രതിനിധി അല്ല. അത് അദ്ദേഹം ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഡൽഹിയിൽ നിൽക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ കാര്യങ്ങൾ കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ബന്ധപ്പെടാൻ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു. നേരത്തെ ആ സ്ഥാനത്ത് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരുന്നത് സമ്പത്തിനായിരുന്നു. സമ്പത്ത് ചെയ്തുകൊണ്ടിരുന്ന, സമ്പത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ഈ പോസ്റ്റ് അവിടെ വന്നപ്പോൾ മുതൽ അത് വിവാദത്തിന് കാരണമാണെന്ന് അങ്ങേക്ക് അറിയാവുന്നതാണ്. മന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേന്ദ്രം തരാനുണ്ട്, കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ ഞാൻ ഒപ്പം ഉണ്ടാകുമെന്ന്, മന്ത്രി ഒപ്പം ഉണ്ടാകുന്നു. എന്തിനാണ് മന്ത്രി പോകുന്നത്? അതിനാണ് നമ്മൾ ശ്രീ കെ വി തോമസിനോട് നിയോഗിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MPമാരെ അയക്കുന്ന എന്തിനാണ്? കേരളത്തിന്റെ പ്രതിനിധികളായിട്ടാണ്. അവരുടെ പണിയാണ് വാങ്ങിച്ചുകൊണ്ട് വരിക. അതാണ് ഞാൻ ചോദിച്ചത്. കേരളം വോട്ട് ചെയ്ത്, ജനം വോട്ട് ചെയ്ത് അവിടെ MPമാരെ അയക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന കേന്ദ്ര സർക്കാരുമായുള്ള ആശയവിനിമയം നടത്തി കേരളത്തിന് ആവശ്യമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ലേ? പിന്നെന്തിനാണ് വേറൊരു പ്രതിനിധി? അവരുടെ സഭയിലാണ് പ്രതികരിക്കുന്നത്. അത് കേരളത്തിലെ സഭയ്ക്ക് പുറത്ത് MPമാർക്ക് സംസാരിച്ചുകൂടെ? അതിനകത്ത് ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക കാര്യങ്ങൾ ഒരാൾ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക, അത് എല്ലാ ഗവൺമെന്റും ഒരു പ്രത്യേക പ്രതിനിധി ഡൽഹിയിൽ നിയോഗിക്കാറുണ്ട്. പക്ഷെ പലരും ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുക, അല്ലാതെ ഞാൻ അംഗീകരിക്കുന്നു. ക്യാബിനറ്റ് റാങ്ക് സമ്പത്തിന് കൊടുത്തു, കെ വി തോമസിന് കൊടുത്തു. ആ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് അവരുടെ TAയും DAയും ഒക്കെ ഉയർത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ എല്ലാ ഗവൺമെന്റും ചെയ്യുന്നതാണ്. ഇതിന് തമാശ എന്താണെന്ന് അറിയാമോ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ? ഇത് കെ വി തോമസിന് ആവശ്യമില്ലത്രേ.
അദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ശ്രീ എ സമ്പത്തിന് കൊടുത്ത അതേ ബത്തയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇത് ഇവിടെ ആരോ ഉണ്ടിരിക്കുമ്പോൾ ഒരു ഉൾവിളി തോന്നുകയാണ്, അയ്യോ നമ്മുടെ കെ വി തോമസ് അല്ലേ, അദ്ദേഹത്തിന് ഇത്ര കൊടുത്താൽ പോരല്ലോ എന്ന്. നമുക്ക് പൈസ ഉണ്ടല്ലോ, നമ്മളപ്പോ ഒരു 11 ലക്ഷം. അത് ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ കെ വി തോമസിന്റെ പണി എന്താണ് അവിടെ? ഇപ്പോഴിരിക്കുന്ന ഈ PSC മെമ്പർമാരും മൊത്തത്തിൽ ഇടതുപക്ഷ മുന്നണി പോസ്റ്റ് ചെയ്ത PSC മെമ്പർമാരാണ്. അവരാരും ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അവരൊരു സമരവും ചെയ്തിട്ടില്ല. പക്ഷെ 2006 ശമ്പള പരിഷ്കരണം നടന്നു, ഇപ്പോൾ 20 വർഷം കഴിയുന്നു. അതിനുശേഷം ഒരു ശമ്പള പരിഷ്കരണം വരുന്നു. അത് കാലാകാലങ്ങളിൽ കേന്ദ്രത്തിന് അനുസൃതമായിട്ടുണ്ടാകുന്ന ശമ്പള പരിഷ്കരണമാണ്. പക്ഷെ അതുകൊണ്ട് ആശാ വർക്കേഴ്സിനും ഒക്കെ കൊടുക്കണമെന്ന താല്പര്യക്കാർ തന്നെയാണ് ഞങ്ങൾ പരമാവധി. അപ്പൊ അതിനുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ സാമ്പത്തികം PSC മെമ്പേഴ്സിന്റെ കാര്യം പോലുമല്ല അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞത്. ഞാൻ കെ വി തോമസിന്റെ കാര്യം സ്പെഷ്യലായി നമ്മൾ ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ എടുത്തു പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ എ സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് അതേ ബത്തയാണ്, അത് തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തൊരു ബത്ത ഏതാണ്ട് 100% വർധനവോടുകൂടി നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുകയാണ്. നമുക്ക് അത്രയേറെ സാമ്പത്തിക ശേഷി, നമ്മുടെ ഖജനാവ് ഇങ്ങനെ നിറകുടം പോലെ നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ടാണോ എന്നൊരു അത്ഭുത പ്രകടനമായി അങ്ങ് അതിനെ കണ്ടാൽ മതി. അല്ല, ശരിയാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ്. ശ്രീ ശബരിനാഥ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കുറെ അധികം പദ്ധതികൾ ഗവൺമെന്റ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ, അനിവാര്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഒരാളിനെ ക്യാബിനറ്റ് റാങ്കിൽ അവിടെ നിയമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആനുകാലികമായ ക്ഷാമബദ്ധ, അതായത് ഇവിടുത്തെ ഒരു മന്ത്രിമാർ കൊടുക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ക്യാബിനറ്റ് റാങ്കിൽ വരുന്ന എല്ലാവർക്കും. ആനുകാലികം എന്ന് അങ്ങ് പറഞ്ഞല്ലോ, ആ വാക്ക് പ്രധാനമാണ്. ഇന്ന് ഇപ്പൊ 100% ആനുകാലികം? അങ്ങനെ ആനുകാലികമായി കിട്ടുന്ന അത് ഇക്വലന്റ് ചെയ്യുകയാണ്, അല്ലാതെ പുതുക്കി കൊടുക്കുന്നതല്ല. അത് നേരത്തെ കൊടുക്കാതിരുന്നത് ഇവിടുത്തെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് എത്ര രൂപ DA എടുക്കാവോ അതിന് ആനുകാലികമായിട്ട് ആർക്കൊക്കെ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടോ അവർക്കൊക്കെ കൊടുക്കണം. കുഴപ്പമില്ല, വട്ടത്തിലിരുന്ന് അവനവന്റെ DA-യും അവനവൻ തന്നെ തീരുമാനിക്കുകയും അവനവന്റെ ആനുകൂല്യങ്ങൾ അവനവൻ തന്നെ പുതുക്കുകയും ചെയ്യുന്ന സംവിധാനമാണല്ലോ നമ്മൾ ജനാധിപത്യത്തിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര കിട്ടണമെന്ന് ഞാനും നിനക്ക് ഇത്ര ഞാൻ തരാമെന്ന് അദ്ദേഹവും തീരുമാനിക്കുന്ന സംവിധാനമാണല്ലോ. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി പെട്ടിയിൽ വെക്കുക എന്നതിനപ്പുറത്തേക്ക് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്, അതിനൊരു മറുപടി ശബരിനാഥോട് പറയണം. കാര്യം MLA-മാർക്ക് ശമ്പളം കൂട്ടുമ്പോഴും അവർക്ക് ക്ഷാമത്തെ കൂട്ടുമ്പോഴും 140 MLA-മാരും ഒരുമിച്ച് നിൽക്കും. അതിനകത്ത് ഒരാളും എതിർക്കാറില്ല. ശബരിനാഥ് ഇരുന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭാഗത്ത് ഒരു പ്രാവശ്യം കൂട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെയാണ്, അവരുടെ ക്ഷാമത്തെ ആനുകൂല്യങ്ങൾ കൂട്ടുമ്പോൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന കണ്ണാടി കണക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ജനം ഇങ്ങനെ വായിൽ വിരൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. എന്താണ് മിണ്ടേണ്ടത്, ഇനി എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞു നിൽക്കുന്നത്.